കല്ലേറ്റിങ്ങരയിലെ PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് മാത്സ് 9ാം ക്ലാസ്സിന്റെ മാത്സ് ആണ് നമ്മുടെ പാഠത്തിന്റെ 5ാമത്തെ സെഷനായി. പേജ് നമ്പർ 11. പേജ് നമ്പർ 11 കണ്ടില്ല എല്ലാവരും? 11ാമത്തെ പേജിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് വരയ്ക്കാൻ കിട്ടി. അതെല്ലാവരെ കൊണ്ട് ഞാൻ വരപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും കിട്ടില്ലേ? ഇനി ഡ്രോ ദ ട്രയാങ്കിൾസ് ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരു ഒറിജിനൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് അതുപോലെയുള്ള ഒരു ട്രയാങ്കിൾസ് ഇവര് പറയുന്ന അളവ് വെച്ചിട്ട് ABC ഒരു ട്രയാങ്കിൾ നിങ്ങൾ ഈ പടം വരയ്ക്കണം. എന്നിട്ട് അതുമേ നമുക്ക് അവര് തന്നിരിക്കുന്നത് വെച്ചിട്ട് ഓരോ ആംഗിൾ ഡ്രോ ദ ട്രയാങ്കിൾ ABP വരയ്ക്കണം. ഇപ്പൊ ABC ഉണ്ടല്ലോ, ഈ ട്രയാങ്കിൾ ABP ആണ് വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞാൽ AB ആയിരിക്കണം ഈ ലൈൻ, P ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കണം. തുല്യ ഏരിയ വരണമെങ്കിൽ, തുല്യ പരപ്പളവ് സെയിം ഏരിയ വരണമെങ്കിൽ നമ്മൾ ഇവിടെ സെറ്റ് സ്ക്വയർ വെച്ച് ഇങ്ങോട്ട് കയറ്റി ഇതിന് പാരലൽ ലൈൻ അല്ലേ വരയ്ക്കാം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? P എന്ന് പറയുന്ന പോയിന്റ് ഈ വരയുമ്പോ എവിടെയെങ്കിലും വരും. ഈ P എന്ന് പറയുന്ന പോയിന്റ് എവിടെയെങ്കിലും വരണമെങ്കിൽ ഈ ആംഗിൾ അവർ പറഞ്ഞ പോലെ വരയ്ക്കണം കേട്ടോ. എന്താ അവര് പറഞ്ഞിരിക്കുന്നത് നോക്കി. ആദ്യം ഡ്രോ ദ ട്രയാങ്കിൾ ABP. അതിന് ആംഗിൾ BAP 90 ഡിഗ്രി ആയിരിക്കണം. ഇത് 90 ഡിഗ്രി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആംഗിൾ BAP നോക്ക്, BAP 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏതാ അവിടെയല്ലേ 90? എല്ലാവരും ശ്രദ്ധിക്കുക. ആംഗിളിന്റെ പേര് എങ്ങനെ എഴുതാം? BAP ഇവിടെ വരണമെങ്കിൽ ഈ A 90 ഡിഗ്രിയാണ്. അപ്പൊ ആദ്യം തന്നെ ഇതാണ് നിങ്ങളുടെ ഒറിജിനൽ ഫിഗർ കേട്ടോ. എല്ലാവരും ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഓരോ പടം വീണ്ടും വീണ്ടും വരയ്ക്കണം. അപ്പൊ ഫസ്റ്റ് തന്നെ ഈ പടം വരയ്ക്കണം. ഫസ്റ്റ് എങ്ങനെ ഈ പടം വരയ്ക്കാം? എല്ലാവരും വരച്ചേ. AB 7 സെന്റിമീറ്റർ. തെക്ക് പിടിക്കാതെ വരയ്ക്ക് വൃത്തിയില്. AB 7 സെന്റിമീറ്റർ. ഒരു ലൈൻ വരച്ചോ? വരയ്ക്ക് വേഗം. സ്കെയില്, പെൻസില്, ഇൻസ്റ്റന്റ് ബോക്സ് എല്ലാം എടുത്തിട്ട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിരുന്നു കണക്ക് ചെയ്യാനിരിക്കുമ്പോ. അപ്പൊ ആദ്യം തന്നെ AB ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഈ ട്രയാങ്കിൾ എങ്ങനെയാ വരയ്ക്കാം? 5 സെന്റിമീറ്റർ ഒരു ആർക്കും, ഇവിടെ നിന്ന് 5 സെന്റിമീറ്റർ ഇങ്ങടും, ഇവിടെ തന്നില്ല. ആദ്യം നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? 60 ഡിഗ്രി വരയ്ക്കാം. 60 ഡിഗ്രി എങ്ങനെയാ വരയ്ക്കാം? പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് 0 തുടങ്ങുന്നത് വരയ്ക്കാം കേട്ടോ. അപ്പൊ 60 ഡിഗ്രി ഇങ്ങനെ പോവും. ഈ 60 ഡിഗ്രി പോവില്ലേ? ഇത് 60 ഡിഗ്രിയാണ്. എന്നിട്ട് ഈ വരയുമ്പോ എത്ര സെന്റിമീറ്ററോ? 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. എന്നിട്ട് അങ്ങനെ യോജിപ്പിക്കാം. എങ്ങനെയാ ഞങ്ങൾ വരയ്ക്കാൻ മനസ്സിലായോ? ഒന്നുകൂടി നോക്കുക. ആദ്യം 7 സെന്റിമീറ്റർ AB വരയ്ക്കാം. എന്നിട്ട് ഈ Aയിൽ കുത്തിയിട്ട് 60 ഡിഗ്രി വരയ്ക്കാം. അപ്പൊ അത് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. ആ വരയുമ്പോ 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ അടയാളപ്പെടുത്തിക്കുന്ന ഈ പോയിന്റിലേക്ക് ഇതിങ്ങനെ വരച്ചു. ഇതിങ്ങനെ വരച്ചു. ഇനി എന്താ ചെയ്തത്? ഇപ്പൊ തന്നിരിക്കുന്ന അളവിന് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി ഈ C എന്ന് പറയുന്ന പോയിന്റ് മിൽക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് സ്കെയിൽ ഇങ്ങനെ വെക്കാം. ഇവിടെ സെറ്റ് സ്ക്വയർ വെച്ച് ഇങ്ങോട്ട് കയറ്റാം. മുകളിൽ ഇവിടെ എത്തുമ്പോ ഇവിടെ ഒരു ലൈൻ അല്ലേ ഇങ്ങനെ വരച്ചു. പാരലൽ ലൈൻ, സമാന്തര രേഖ. ഇത്രയും ദിവസം നമ്മൾ അത് തന്നെയാ വരച്ചത് അല്ലേ? തുല്യ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കണമെങ്കിൽ ട്രയാങ്കിൾ വിത്ത് സെയിം ഏരിയ ആവണമെങ്കിൽ ഇതിന് പാരലൽ ആയിട്ട് ലൈൻ വരച്ചു. ഇനി ഇതിപ്പോ എവിടെ വരച്ചാലും അതുകൊണ്ട് യോജിപ്പിച്ചാൽ ഇതിന് സെയിം ഏരിയ ആവും. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. ABP വരയ്ക്കണമെങ്കിൽ ഈ P 90 ഡിഗ്രിയിലായിരിക്കണം. ഓക്കെ, നടുക്കത്തെ ഇതാ നോക്കേണ്ടത്.
BAP എന്ന് വെച്ചാൽ BAP. അപ്പൊ നിങ്ങൾ ഇവിടെ ശരിക്കും പ്രൊട്രാക്ടർ ഇവിടെ വെക്കാം, നേരെ ഇവിടെ വരയ്ക്കാം. വെറുതെ സ്കെയിൽ കൊണ്ട് ഇങ്ങനെ വരയ്ക്കരുത് കേട്ടോ. ഞാനിപ്പോ വൃത്തിയിലാവാൻ വേണ്ടി വരച്ചില്ലല്ലോ. സ്കെയിൽ കൊണ്ട് നിങ്ങൾ വരയ്ക്കരുത്. പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറിൽ വെച്ച് 90 ഡിഗ്രി എടുക്കാൻ പറ്റിയെങ്കിൽ വരച്ചോ. ശരിക്ക് 90 ഡിഗ്രി. അപ്പൊ BA ഈ പോയിന്റിലാണ് നമ്മൾ എന്ത് കൊടുക്കുക? P. മനസ്സിലായോ? എന്നിട്ട് ഈ മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് ഈ അറ്റത്തേക്ക് ഇത് യോജിപ്പിക്കാം. ഇപ്പൊ ട്രയാങ്കിൾ കിട്ടി ABP. അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ട്രയാങ്കിൾ ABP വരയ്ക്കാം വിത്ത് ആംഗിൾ BAP. നോക്ക്, BAP 90 ഡിഗ്രി. കിട്ടിയോ എല്ലാവർക്കും? മനസ്സിലായോ? ചോദ്യം മനസ്സിലായി? ഉത്തരം കിട്ടി? എന്നതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ആദ്യം തന്നെ തന്നിരിക്കുന്ന ട്രയാങ്കിൾ നമ്മൾ വരച്ചു. അത് കഴിഞ്ഞ ശേഷം അതിന് പാരലൽ ആയിട്ട് സമാന്തരമായിട്ട് ഒരു ലൈൻ വെറുതെ വരയ്ക്കരുത് കേട്ടോ. ഇത്രയും ദിവസം പഠിപ്പിച്ചതാണ്. എങ്ങനെ വരയ്ക്കാൻ പറഞ്ഞത്? ഇവിടെ സ്കെയിൽ വെച്ച് സെറ്റ് സ്ക്വയർ വെച്ച് ഇത് കയറ്റുക, ഇത് വരയ്ക്കുക. പടം വരാൻ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ശ്രദ്ധിക്കാം. തുടക്കം നൽകി ശരിക്കും വരച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അത് കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി. എന്നിട്ട് ഇത് യോജിപ്പിച്ചു. അപ്പൊ ഇതാണ് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം. ഇതാണ് ട്രയാങ്കിൾ ABP എന്ന് പറയുന്നത് ട്രയാങ്കിൾ. അതിന്റെ ആംഗിള് BAP 90 ഡിഗ്രി. കണ്ടോ? നമുക്ക് വരുന്നത് അത് 90. കിട്ടിയോ? ഫസ്റ്റ് വൺ എല്ലാവർക്കും കിട്ടി? നോക്കിയ വൃത്തിയായിട്ട് വരച്ചിരിക്കുന്നത് എങ്ങനെയാ നോക്ക്. അടുത്തത് BCQ, ട്രയാങ്കിൾ BCQ. അതിനും ഒരു കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ BCQ 60 ഡിഗ്രി ആയിരിക്കണം. ആംഗിൾ BCQ 60 ഡിഗ്രി. ഈ പടത്തുമ്പോ തന്നെ ഇട്ട് വരയ്ക്കണ്ട കേട്ടോ. ഇതുമ്പോ വരച്ചാൽ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ വര വരും, അത്രയുള്ള വരക്കണി. പക്ഷെ നിങ്ങളത് വരയ്ക്കണ്ട. നിങ്ങൾ വേറെ ട്രയാങ്കിൾ വരയ്ക്കുക. അതിനും ആദ്യം തന്നെ ഈ ഒറിജിനൽ ഫിഗർ വരച്ചേ. ഒറിജിനൽ ഫിഗർ എല്ലാവരും വരക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞതാ. എങ്ങനെയാ വരയ്ക്കുക? ഒറിജിനൽ ഫിഗർ വരയ്ക്കാൻ കിട്ടാത്തവര് ശ്രദ്ധിക്കുക. എങ്ങനെയാ വരയ്ക്കാം? ആദ്യം തന്നെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? AB ഒരു ലൈൻ വരയ്ക്കുക. എത്ര സെന്റിമീറ്റർ ആയിരിക്കണം? ഷുഡ് ബി 7 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. പിന്നെ ഇവിടെ നിങ്ങളുടെ ആംഗിൾ എത്ര തന്നിരിക്കുന്നത്? 60 ഡിഗ്രി. പ്രൊട്രാക്ടർ വെച്ച് ശരിക്കും അളന്നെടുക്കാൻ ഞാൻ പറഞ്ഞു. അതിനെ എത്രയാ? 5 സെന്റിമീറ്റർ വരച്ചു. എന്നിട്ട് അതിങ്ങോട്ട് യോജിപ്പിച്ചു. അപ്പൊ തന്നിരിക്കുന്ന ട്രയാങ്കിൾ കിട്ടി. ഇതാണ് ABC. കിട്ടിയ എല്ലാവർക്കും? തന്നിരിക്കുന്ന ട്രയാങ്കിൾ ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ വരച്ചു. വേറെ വേറെ വരയ്ക്കുന്നതാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് BCQ ആണ് വേണ്ടത്. അപ്പൊ Q ഇവിടെ വരണം അല്ലെ? BC ഉണ്ട്. അപ്പൊ BC നമ്മൾ പാദമായിട്ട് ബേസ് ആയിട്ട് BC എടുക്കാം. മനസ്സിലായോ? അത് കഴിഞ്ഞതിന് ശേഷം നോക്കാം. ഈ BC ഇതായിട്ട് എടുക്കുമ്പോ ഇവിടെ നിങ്ങൾ ശരിക്കും ഇങ്ങനെ വെക്കാം. ഈ Bയില് ഇവിടെ വെക്കാം. നിങ്ങൾക്കൊന്ന് പുസ്തകം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു പിടിക്കാം. അതല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇവിടെ ഇതിങ്ങനെ വെച്ചിട്ട് BC ബേസ് ആയിട്ടാണ് വേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റുക. ഇങ്ങനെ സെറ്റ് സ്ക്വയർ ഇവിടെ കയറ്റുക. ഇത് ഇങ്ങനെ വരയ്ക്കാം. മനസ്സിലായോ? BC നമ്മൾ എന്താ വരയ്ക്കേണ്ടത്? BC പാദമായിട്ട് വരയ്ക്കണം. അപ്പൊ BC പാദമായിട്ട് വരച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റുക. അപ്പൊ ഇത് ഇങ്ങനെ പാദം വരച്ചു കഴിഞ്ഞാൽ പാരലൽ ലൈൻ വരച്ചില്ലേ? ഇനി ഈ പാരലൽ ലൈനിന് നമ്മളുടെ ആംഗിൾ എത്രയാ വരയ്ക്കേണ്ടത്? BCQ ആണ് വേണ്ടത്. അപ്പൊ Cയില് എന്ത് ചെയ്യണം? Cയില് 60 ഡിഗ്രി വരണം. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇത് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ നിന്ന് പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കുമ്പോൾ 60 ഡിഗ്രി ഇങ്ങനെ വരും. ഈ 60 ഡിഗ്രി നേരെ നീട്ടുക.
ഈ 60 ഡിഗ്രി നീട്ടിക്കഴിഞ്ഞാൽ ഈ 60 ഡിഗ്രി നീട്ടിക്കഴിയുമ്പോൾ എവിടെ നിന്ന് വരയ്ക്കണം? ഈ കൂട്ടിമുട്ടുന്ന പോയിന്റില്ലേ, ഇത് ഇങ്ങനെ ഇവിടെ വരയ്ക്കാം. കിട്ടിയാലും മനസ്സിലായില്ലേ? അപ്പോ ഇത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന ട്രയാങ്കിൾ. ഷെയ്ഡ് കൊടുക്കാം. മനസ്സിലായി എല്ലാവർക്കും? ബി നോക്ക്, ട്രയാങ്കിൾ ബി സി ക്യൂ. അപ്പൊ ഇവിടെ നമ്മൾ പേര് കൊടുക്കേണ്ടത് ബി ബി സി ക്യൂ. അതിന് ആംഗിൾ നോക്കി ഏതാണെന്ന് സി എന്ന് പറയുന്നോട്ട് എത്ര ഡിഗ്രി എടുത്തു? അല്ലെ 60 ഡിഗ്രി. മനസ്സിലായോ? ഇത് 60 ഡിഗ്രി. കിട്ടിയില്ല എല്ലാവർക്കും? ശരിക്കും വേഗം വരയ്ക്കത്. വരച്ചു കഴിഞ്ഞോ? ട്രയാങ്കിൾ ശരിക്കും വരയ്ക്കുക. എ ബി സി ആദ്യം വരയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ബി സിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടാ കൊണ്ടുവന്നിട്ട് സമാന്തര ലൈൻ, പാരലൽ ലൈൻ ശരിക്കും കൊണ്ടുവരാം. ഈ എ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ശരിക്കും ഇവിടെ പാരലൽ ലൈൻ വരയ്ക്കാം. അപ്പൊ ഇത് എന്നിട്ട് ഇവിടെ സിയുടെ അവിടെ 60 ഡിഗ്രി എടുത്താൽ അത് ഇവിടെ കൂട്ടിമുട്ടും. ആ പോയിന്റിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ക്യൂ. അപ്പൊ കിട്ടി ബി സി ക്യൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞ? ബി എ ബി പിയും രണ്ടാമത്തെ ബി സി ക്യൂ. ശരി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? എ സി ആർ അല്ലെങ്കിൽ സി എ ആർ. സി എ ആറിന് എന്താ തന്നിരിക്കുന്നത്? സി എ ആർ ആ ട്രയാങ്കിളിന്റേതാണ്. അതിനും ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ എ സി ആർ ഇസിക്കൽ ടു 30 ഡിഗ്രി. എ സി ആർ 30 ഡിഗ്രി. ഇതാണ് നമ്മൾ മൂന്നാമത് വരയ്ക്കുന്നത് കേട്ടോ. ഇതാണ് മൂന്നാമത്തെ. ഇവിടെ ഇത് ഫസ്റ്റ് വൺ വരച്ചു, അതാണ് ഈ പടം. ഇത് രണ്ടാമത്തത്, അതിവിടെ വരച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് സി എ ആർ. അതിന് തന്നിട്ടുണ്ട് ആംഗിൾ എ സി ആർ. അപ്പൊ അതിന് ഏതാ വശം? നമ്മൾ ഏതാണുള്ളത്? എ ബി സി ആണ്. അപ്പൊ സി എ ആണുള്ളത്. ഓക്കെ. അപ്പൊ ഈ വശമല്ലേ സി എ? സി ഏതാണ് ഇങ്ങോട്ടാണ് പാരലൽ ലൈൻ വരയ്ക്കേണ്ടത് കേട്ടോ. സി എ ബേസ് ആയിട്ട് നിർത്താം. അപ്പൊ പിന്നെയുള്ള വശം ഏതാണോ, പോയിന്റ് ഏതാണോ, ഏത് വെർട്ടക്സ് ആണ്, ഏത് മൂല്യമുള്ളത്? ബി. അപ്പൊ ബിയുമാണ് പാരലൽ ലൈൻ. അപ്പൊ നിങ്ങൾ വരയ്ക്കാം ആദ്യം തന്നെ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വെച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പടം വരയ്ക്കാം. എ ബി എത്രയാണ്? 7 സെന്റിമീറ്റർ. എന്നിട്ട് നമ്മൾ ആദ്യം വരച്ച പോലെ തന്നെ ഇവിടെ നിങ്ങളുടെ 60 ഡിഗ്രി. എല്ലാവർക്കും അത് മനസ്സിലായില്ലേ? മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഈ സെയിം പടം തന്നെ വരയ്ക്കുന്നത്. അപ്പോ ഇവിടെ 60 ഡിഗ്രി. എന്നിട്ട് ഇത് ഈ വരെ 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. അപ്പൊ ഇത് യോജിപ്പിച്ചാൽ എ ബി സി ഒറിജിനൽ ട്രയാങ്കിൾ നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ കിട്ടി. എല്ലാവർക്കും മനസ്സിലായോ? ഈ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് ഏതാ? നമ്മുടെ കണ്ടീഷൻ എന്താണ്? എ സി ആർ 30 ആണ്. എ സി ആർ ആണ്. അപ്പോ എ സി പാദമായിട്ട് വരണം, എ സി ബേസ് ആയിട്ട് വരണം. എ സി ബേസ് ആയിട്ട് വരണമെങ്കിൽ നോക്ക്, എ സി ബേസ് ആയിട്ട് വരണമെങ്കിൽ പിന്നത്തെ പോയിന്റ് ബി അല്ലേ? അപ്പൊ ബിമളല്ലേ പാരലൽ ലൈൻ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രൊട്രാക്ട് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ പുസ്തകം ഒന്ന് നേരെ തിരിച്ചു പിടിച്ചാൽ നിങ്ങൾക്ക് എ സി അടിയിക്കായിട്ട് വരും. എന്നിട്ട് ശരിക്കും സെറ്റ് സ്ക്വയറിന് കേട്ടാം. ഇവിടെ ഇത് വെക്കാം. എന്നിട്ട് സെറ്റ് സ്ക്വയർ ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റാം. ഈ ബിയുടെ അവിടെ വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ പാരലൽ ലൈൻ വരയ്ക്കാം. കിട്ടിയോ? പാരലൽ ലൈൻ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ആംഗിൾ ഏതാ? എ സി ആർ. നടുക്കത്തെ നോക്കേണ്ടത് കേട്ടോ. ഇതിന്റെ നടുക്ക് ഇവിടെ സീമളാണ് നമ്മൾ 60 എടുത്തത്, ഇവിടെ എയിമളാണ് നമ്മൾ 90 ഡിഗ്രി എടുത്തത്. അതുപോലെ ഇവിടെ എ സി ആർ. അപ്പൊ സീമളാണ് 30 ഡിഗ്രി. സി എവിടെയാന്ന് നോക്കിയേ? ഇവിടെയാണ്. എ സി ഇവിടെ വേണം. ഇനി സീമൾ 30 കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30 കുറച്ച് മതി അല്ലേ? ഇത് ഇങ്ങനെ പോകും കേട്ടോ. അത് നിങ്ങളുടെ പടത്തിലേക്ക് എവിടെയാ കൂട്ടിമുട്ടണമെങ്കിൽ ഇവിടെ കൂട്ടിമുട്ടണമെങ്കിൽ ഈ പാരലൽ ലൈൻ നമ്മൾ വരച്ചില്ലേ, അത് ഇങ്ങോട്ട് നീട്ടുക.
സ്കെയിൽ ഉപയോഗിച്ച് അതിനൊക്കെ നീട്ടി വയ്ക്കാം. എന്നിട്ട് ഈ വര ശരിക്കും ഇങ്ങോട്ട് മുട്ടിക്കാം. അപ്പൊ ഈ പോയിന്റ് ആണ് നമുക്ക് എന്ത് ആർ. ഇനി എങ്ങനെ യോജിപ്പിക്കാം? എ സി ആർ ഇതാണ് കേട്ടോ. ട്രയാങ്കിള് എ സി ആറില് സി എത്രയാ? 30 ഡിഗ്രി. മനസ്സിലായോ? സി 30 ഡിഗ്രിയാണ്. എല്ലാവർക്കും മനസ്സിലായി? 3 പടം വരയ്ക്കാൻ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം ഒറിജിനൽ പടം വരയ്ക്കുക. എല്ലാവരോടും ഇത് വരയ്ക്കാൻ പറഞ്ഞില്ലേ? വരച്ചിട്ടില്ല എല്ലാവരും? ഇനി ഓരോ അളവും ഇവര് പറഞ്ഞ രീതി വെച്ചിട്ട് ഒന്നും കൂടി നോക്കി ഇത് വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് ശരിക്ക് നോക്കുക. എന്നിട്ട് ഓരോന്നും വരയ്ക്കാം. ഈ 3 ക്വസ്റ്റ്യൻ നാളേക്ക് വരച്ചിട്ടുണ്ടാവണം. ഇതിന്മ തന്നെയുള്ളു. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരെണ്ണത്തിന് 3 പടമാണ്. എ ബി പി ആദ്യം വരയ്ക്കണം. ആദ്യം നമ്മൾ എ ബി പി അതിന് ഷെയ്ഡ് കൊടുക്കാല്ലേ വൃത്തിയില്. രണ്ടാമത്തത് നമ്മൾ എന്താ ചെയ്യുന്നത്? ബി സി ക്യു അത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മൂന്നാമത്തെ എന്താണ്? സി എ ആർ എന്താ വരുന്നത്? എ സി ആർ 30 ഡിഗ്രി. എ സി ആർ 30 ഡിഗ്രി. അങ്ങനെ 3 പടം വരയ്ക്കാം. ആ 3 എണ്ണം ഷെയ്ഡ് ചെയ്യാം. ശരിക്കും കിട്ടിയില്ലേ നമുക്ക്? എ ബി പി, ബി സി ക്യു, പിന്നത്തെ എ സി ആർ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അത് ശരിക്കും വൃത്തിയിൽ വരച്ചിട്ടുണ്ടാവാം. നന്നായിട്ട് വരച്ച് അത് നാളേക്ക് കൊണ്ട് വരിക. കിട്ടാത്തവര് നാളെ കാലത്ത് വരുമ്പോ ഇത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ശരിക്ക് വരച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കാം. അടുത്ത പേജിലാണ് കേട്ടോ. പേജ് നമ്പർ 12. പേജ് നമ്പർ 12 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ 3 മാറ്റാൻ പോവാണ് കേട്ടോ. ശരിക്കും എല്ലാവരും വീണ്ടും വീണ്ടും ഒന്നും കൂടി ഇത് കണ്ട് ശരിക്ക് വരയ്ക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവണം കേട്ടോ എല്ലാവരും. എഴുതി കഴിഞ്ഞു എല്ലാവർക്കും ചോദ്യം. Draw a circle and a triangle with one vertices at the center of the circle and the other 2 on the circle. Draw a circle and triangle with one vertices at the center of the circle. ഒരു വൃത്തവും വരയ്ക്കണം, ഒരു ത്രികോണം വരയ്ക്കണം. അതില് 1 vertices at the center of the circle. ത്രികോണത്തിന്റെ ഒരു ശീർഷം വൃത്തത്തിന്റെ കേന്ദ്രം. And the other 2 on the circle. അടുത്ത രണ്ടെണ്ണം സർക്കിളായിരിക്കണം. Draw another triangle of same area with all the 3 vertices on the circle. എഴുതി കഴിഞ്ഞതല്ല എല്ലാവരും ചോദ്യം. ആദ്യം എന്താ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് അളവൊന്നും തന്നിട്ടില്ല അല്ലെ? ഡ്രോ എ സർക്കിൾ. ഇഷ്ടമുള്ള അളവിൽ ഒരു സർക്കിൾ വരച്ചോ. നിങ്ങളൊരു 3 സെന്റിമീറ്റർ എടുത്ത് വരച്ചാൽ മതി കേട്ടോ. എല്ലാവരും 3 സെന്റിമീറ്ററില് ഒരു സർക്കിൾ വരയ്ക്കും. 3 സെന്റിമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചിട്ട് അതിന്റെ ശീർഷം ത്രികോണത്തിന്റെ ശീർഷം ഈ കേന്ദ്രത്തിലായിരിക്കണം. സെന്റർ അടയാളപ്പെടുത്താം. എന്നിട്ട് സെന്ററിൽ നിന്ന് നോക്കുക. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. മനസ്സിലായോ? എളുപ്പല്ലേ? എളുപ്പമാണ്. ഒരു സർക്കിൾ വരയ്ക്കാം. കോമ്പസ് എടുത്ത് ശരിക്കും 3 സെന്റിമീറ്റർ അളന്ന് ഒരു സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് ഈ സർക്കിളിന് ഇതിന്റെ സെന്റർ അടയാളപ്പെടുത്താം. കേന്ദ്രം ഒരു കുത്തിടാം. എന്നിട്ട് ഈ കേന്ദ്രത്തിന്റെ എവിടേക്ക് വേണമെങ്കിലും നിങ്ങളൊരു റേഡിയസ് വരച്ചോട്ടോ. അളവൊന്നും എടുക്കണ്ട, റേഡിയസ് വരയ്ക്കാം. ഇത് രണ്ടും ഇവിടെ കൂട്ടി കൂട്ടുന്നില്ലേ? ആ പോയിന്റ് ഇങ്ങോട്ട് യോജിപ്പിക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി. കിട്ടിയോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ സർക്കിൾ
and a triangle with one vertices at the center. കണ്ടോ, ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും വരയ്ക്കാൻ പറഞ്ഞു. നമ്മൾ വരച്ചില്ലേ, സർക്കിളും വരച്ചു, ട്രയാങ്കിളും വരച്ചു, with one vertices സെന്ററിലും and the other two on the circle. കിട്ടി. ഇനി അടുത്ത് നമ്മൾ വരയ്ക്കും. ഇത് നമുക്ക് തന്നിരിക്കുന്നതാണ്, നമ്മൾ വരച്ചു കഴിഞ്ഞു. വരച്ചോ എല്ലാവരും? 3 സെന്റിമീറ്റർ റേഡിയസില് ഒരു സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് കേന്ദ്രം അടയാളപ്പെടുത്തുക. എന്നിട്ട് നിങ്ങളുടെ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കേന്ദ്രം അടയാളപ്പെടുത്തുക. കേന്ദ്രത്തിൽ നിന്ന് ഒരു ആരം, ഇവിടെ നിങ്ങളുടെ ഒരു ആരം, 2 ആരങ്ങള് 2 റേഡിയസ് ഇങ്ങോട്ട് നീട്ടിയാൽ അത് സർക്കിളിനെ കൂട്ടിമുട്ടും. ആ പോയിന്റുകൾ യോജിപ്പിച്ചാൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി, ABC. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് സർക്കിളും ട്രയാങ്കിളും വരച്ചു കഴിഞ്ഞു. ഒരു കണ്ടീഷൻ. അടുത്തതൊന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കാം, ചോദ്യം വായിക്കും. ചോദ്യം എല്ലാവരും വായിച്ചു നോക്ക്. ഡ്രോ അനദർ ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ. ഇത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഇല്ലേ, അതേ ഏരിയയിൽ ഒരു ത്രികോണം വരയ്ക്കണം. Draw another triangle same area with all the 3 vertices on the circle. ഇതിലൊന്ന് കേന്ദ്രത്തിലാണ് അല്ലേ, പക്ഷെ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിളിന്റെ ത്രികോണത്തിന്റെ ശീർഷങ്ങൾ 3. ഒരു ത്രികോണത്തിൽ 3 ശീർഷങ്ങളേ ഉള്ളൂ. ആ 3 ശീർഷവും സർക്കിൾ ആവണം എന്ന് പറഞ്ഞാൽ ഇതും ഇതും സർക്കിളാണ്. അപ്പൊ ഈ മൂന്നാമത്തെ സി എവിടെ വരണം? സർക്കിളിൽ എവിടെയെങ്കിലും നമ്മൾ നീട്ടി വരയ്ക്കണം. സെയിം ഏരിയ ആവണം കേട്ടോ. ഏരിയ സെയിം ആവണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ തിയറി പഠിച്ചിട്ടുള്ളൂ. ഈ പാദം ഏരിയ സി ആവണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റേഡിയസ് ശരിക്കും അല്ല, ഇതിന് ഇങ്ങോട്ട് പാരലൽ ലൈൻ വരയ്ക്കാം. പക്ഷെ ഇവിടെ പാരലൽ ലൈൻ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഈ ഡയമീറ്റർ വരച്ചാൽ മതി പോരെ. ഇതിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ശരിക്ക് ഡയമീറ്റർ വരയ്ക്കാം. ഡയമീറ്റർ വരയ്ക്കുമ്പോൾ നോക്കിയേ, ഇവിടെ കൂട്ടിമുട്ടിയിട്ടില്ലേ, സർക്കിളിലേക്കല്ലേ ഇത് കൂട്ടിമുട്ടിയാണ്. അപ്പൊ ഈ പോയിന്റ് നമുക്ക് എടുക്കാം ഡി. എന്നിട്ട് ഇത് AB ബേസ് ആയിട്ട് എടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഇത് ഇങ്ങോട്ട് യോജിപ്പിക്കാം. കിട്ടിയോ? ബിയിൽ നിന്ന് ഡിയിലേക്കും എയിൽ നിന്ന് ഡിയിലേക്ക് യോജിപ്പിക്കാം. നോക്ക്, ഇതാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ശരിക്കും വൃത്തിയിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ കിട്ടിയ ട്രയാങ്കിൾ ABD. ഈ ABDയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ ചോദ്യത്തിൽ എന്താ പറയുന്നത് നോക്കിയേ, ഈ ABCയുടെ സെയിം ഏരിയ ആയിരിക്കും. പിന്നെ ഒരു നമ്മളിത് എന്താ പ്രത്യേകത? ഒന്നാമത്തത് ഇതിന്റെ ഏരിയ സെയിം ആണ്. ABCയുടെ ഏരിയയും ABDയുടെ ഏരിയ സെയിം അല്ലേ? കാരണം ഇത് ഇവിടുന്ന് വരച്ച ഈ പാരലൽ ലൈൻ എവിടെ വരച്ചാലും ബേസ് തുല്യമാണെങ്കിൽ ഏരിയ സെയിം ആയിരിക്കും. അപ്പൊ ABD കിട്ടി. ഒന്നാമത് കിട്ടി, ഏരിയ തുല്യമായി. രണ്ടാമത് അവർ പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. എന്താണ്? 3 വെർട്ടിസും A സർക്കിളുകളാണ്, B സർക്കിളുകളാണ്, D സർക്കിളുകളാണ്. 3 ശീർഷങ്ങളും വൃത്തത്തിലാവണം. കിട്ടിയോ? 3 ശീർഷങ്ങൾ വൃത്തത്തിലായതുകൊണ്ട് അവർ പഠിച്ച കണ്ടീഷൻ ശരിയായി. അവർ ചോദ്യം പറഞ്ഞില്ലേ, എന്താണെന്ന് ഒന്നുകൂടെ ചോദ്യം വായിച്ചു നോക്കിയേ. Draw a circle and a triangle. ഒരു സർക്കിളും ഒരു ട്രയാങ്കിളും വരയ്ക്കാൻ പറഞ്ഞു. With one vertex, ഒരു ശീർഷം കേന്ദ്രത്തിലും and the other 2 on the circle. നോക്ക്, ഒന്ന് കേന്ദ്രത്തിലും മറ്റു രണ്ടും എവിടെയാണ് വെക്കുന്നത്? വൃത്തത്തിൽ. എയും ബിയും വൃത്തത്തിലാണ്, സർക്കിളിലാണ്, സി സെന്ററിലാണ്. ഇനി അടുത്ത് നമ്മൾ അതും വരയ്ക്കാൻ പറഞ്ഞത് Draw another triangle of the same area with all the 3 vertices on the circle. സർക്കിളായിരിക്കണം മറ്റ് രണ്ടും. അപ്പോ ഇത് സർക്കിളാണ്, ഇത് രണ്ടെണ്ണമല്ല 3 ഉണ്ടോ? 3 സർക്കിളായിരിക്കണം. ഇത് രണ്ടും ഇപ്പോഴും സർക്കിളിലാണ്, പക്ഷെ മൂന്നാമത്തെ സെന്ററിലാണ്. അത് ഇവിടെ നിന്ന് ഇവിടേക്ക് ആക്കി. നമ്മൾ എങ്ങനെയാ വരച്ചേ? ഒരു പാരലൽ ലൈൻ വരച്ചു, ഡയമീറ്റർ വരച്ചു ഇല്ലേ? എന്നിട്ട് ഈ ഡയമീറ്ററിന്റെ മൂവ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഇപ്പുറത്ത് വേണമെങ്കിൽ ഒരെണ്ണം കൂടി വരയ്ക്കാൻ പാടില്ല. ഇങ്ങോട്ട് തന്നെ വരയ്ക്കണമെന്നില്ല. നോക്കിയേ, ഇതിങ്ങനെ വരച്ചിട്ട് ഈ പാരലൽ ലൈൻ വരച്ചിട്ട് ഇവിടെ മുട്ടിയിട്ടില്ലേ? ഈ ഒരു പോയിന്റും സർക്കിളും മുട്ടിയേക്കണേ. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരച്ച്, ഞാൻ ഇത് വരച്ചത് 2 കൂടി വരച്ചില്ല, അതുകൊണ്ട് വരയ്ക്കാത്തത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ച് ഇത് ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ ABE ഇങ്ങനെ വരച്ചൂടെ? അത് വേണമെങ്കിൽ വരയ്ക്കാം. പക്ഷെ ഇവിടെ ഒരെണ്ണേ ചോദിച്ചിട്ടുള്ളൂ. 3 പോയിന്റ്സും സർക്കിളുകളുള്ള 3 ശീർഷങ്ങളും സർക്കിളുകളുള്ള 3
ശീർഷങ്ങള് വെർട്ടിസസും ശീർഷത്തിൽ ഈ സർക്കിളിൽ വരുന്ന ഒരു ട്രയാങ്കിൾ വരച്ചില്ലേ, അത് ഇപ്പത്തേക്ക് ഡിയിലേക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ ഡി കൊടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഏതെങ്കിലും ഒരെണ്ണം വരച്ചാൽ മതി കേട്ടോ. മനസ്സിലായോ? ഇതവിടെ പറഞ്ഞേക്കണത് ഒരു സർക്കിൾ, ഒരു ട്രയാങ്കിൾ. അതിൽ ഒരെണ്ണം കേന്ദ്രമാണ് ഒരു വശം, ബാക്കി രണ്ടും സർക്കിൾ. ഈ ഇതിന്റെ മൂന്നാമത്തെ ശീർഷം സർക്കിളിൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് പാരലൽ ആയിട്ടുള്ള ലൈൻ വരച്ചു. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. എന്നിട്ട് അത് വൃത്തിയിൽ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരണം. മനസ്സിലായോ? അപ്പൊ ഇത്രയും ഇന്ന് ചെയ്താൽ മതി. നാലാമത്തെ കണക്ക് തുടങ്ങി നാളെ ചെയ്യാം കേട്ടോ. ശരി.